അമേരിക്കയുമായി നടക്കുന്ന വ്യാപാര ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയെക്കുറിച്ചൊരു പ്രധാന പരാമർശം നടത്തിയിരിക്കുകയാണ് US ട്രേഡ് പ്രതിനിധി ജെയിംസൺ ഗീർ. ഇന്ത്യ എളുപ്പത്തിൽ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന രാജ്യമല്ല എന്നും സ്വന്തം താൽപര്യങ്ങൾ ശക്തമായി സംരക്ഷിക്കുന്ന രാഷ്ട്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. US കോൺഗ്രസിലെ കമ്മിറ്റി ഓൺ വെയ്സ് ആൻഡ് മീൻസിന് മുന്നിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഈ പ്രതികരണം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ ഇപ്പോൾ വളരെ പ്രധാന ഘട്ടത്തിലാണ്. ഈ ചർച്ചകൾ അടുത്തിടെ പൂർത്തിയായ സാഹചര്യത്തിലാണ് ഗീറിന്റെ പ്രതികരണം ശ്രദ്ധ നേടുന്നത്. ഇന്ത്യ പ്രതിനിധീകരിച്ച് ഒരു 12-അംഗ സംഘം ചർച്ചയിൽ പങ്കെടുത്തു. വാണിജ്യ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറിയാണ് സംഘത്തെ നയിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുകയാണ് ഈ ചർച്ചകളുടെ പ്രധാന ലക്ഷ്യം. 2030 ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരം $50 കോടി ഉയർത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ഇത് സാധ്യമാകുമെന്ന പ്രതീക്ഷ ഇരു രാജ്യങ്ങളും പങ്കുവയ്ക്കുന്നു. എന്നാൽ ചർച്ചകളിൽ ചില വിഷയങ്ങൾ ഏറെ സങ്കീർണവുമാകുകയാണ്. പ്രത്യേകിച്ച് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇന്ത്യ വളരെ വ്യക്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. കാർഷിക വിപണി സംരക്ഷിക്കുക എന്നത് ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ജെയിംസൺ ഗീർ പറഞ്ഞതനുസരിച്ച് ഇന്ത്യ ഏറെക്കാലമായി തന്റെ കാർഷിക മേഖലയെ സംരക്ഷിച്ചു വരികയാണ്. നിലവിലുള്ള ചർച്ചകളിലും ഈ മേഖലയെ സംബന്ധിച്ച് വലിയ വിട്ടുവീഴ്ചകൾക്ക് ഇന്ത്യ തയ്യാറല്ല. കൃഷിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ നേരിട്ട് കർഷകരുടെ ജീവിതത്തെ ബാധിക്കുന്നതിനാൽ ഈ മേഖലയെ സൂക്ഷ്മമായി സമീപിക്കാനാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത്. അതേസമയം മറ്റു ചില മേഖലയിൽ പുരോഗതി കൈവരിക്കാനാകുമെന്ന പ്രതീക്ഷയുമുണ്ട്. ഇരു രാജ്യങ്ങൾക്കും ഗുണകരമായ രീതിയിൽ ചില വിഷയങ്ങളിൽ ഒത്തുതീർപ്പിലെത്താൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തലുണ്ട്. ഉദാഹരണത്തിന് DDG എന്നറിയപ്പെടുന്ന ഒരു ഉൽപ്പന്നം ചർച്ചയിലെ പ്രധാന വിഷയങ്ങളൊന്നാണ്. ഇത് ഡിജിറ്റലൈസ്ഡ് ട്രേഡ് ഗ്രെയിൻസ് എന്നതിന്റെ ചുരുക്കപ്പേരാണ്. ഇത് പ്രധാനമായും കാലിത്തീറ്റയായി ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. ഇതിന്റെ കയറ്റുമതിയെക്കുറിച്ച് ഇരു രാജ്യങ്ങളും ചർച്ചകൾ തുടരുകയാണ്. അതുപോലെ തന്നെ എത്തനോൾ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ചയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഊർജ്ജ മേഖലയിലും കാർഷിക മേഖലയിലും എത്തനോൾ പ്രധാനപ്പെട്ടതാണ്. ഈ മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും താൽപര്യം കാണിക്കുന്നു. മുമ്പുണ്ടായിരുന്ന ചില കരാറുകൾ ഈ ചർച്ചയ്ക്ക് അടിസ്ഥാനമായിട്ടുണ്ട്. അതനുസരിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ചില ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഇറക്കുമതി തീരുവ കുറയ്ക്കാൻ തയ്യാറായിരുന്നു. 18% വരെ തീരുവ കുറയ്ക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഇത് ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വലിയ ഗുണം നൽകുന്ന കാര്യമാകും. ഇതിനു പുറമെ റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്ന എണ്ണയ്ക്കും ബന്ധപ്പെട്ടും ഒരു പ്രധാന തീരുമാനമുണ്ടായിരുന്നു. അതായത് ആ എണ്ണയ്ക്ക് ചുമത്തിയിരുന്നതിന് പകരം തീരുവ ഒഴിവാക്കാൻ ധാരണയായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ പിന്നീട് സാഹചര്യത്തിൽ മാറ്റമുണ്ടായി. ഫെബ്രുവരി 20 അമേരിക്കൻ സുപ്രീം കോടതി ഒരു നിർണായക വിധി പുറപ്പെടുവിച്ചു. ഈ വിധി പകരം തീരുവയ്ക്ക് എതിരായിരുന്നു. ഇതോടെ മുമ്പുണ്ടായിരുന്ന ചില ധാരണകൾ വീണ്ടും പരിശോധിക്കേണ്ട സാഹചര്യമുണ്ടായി. ഇത്തരം സാഹചര്യത്തിൽ ഇന്ത്യ ഇപ്പോൾ കൂടുതൽ സൂക്ഷ്മമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. കരാറിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നതാണ് ഇന്ത്യയുടെ നിലപാട്. രാജ്യത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും ഉറപ്പാക്കിയ ശേഷമേ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ. ഈ ചർച്ചകൾ നടക്കുന്ന സമയത്ത് തന്നെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ചില പ്രധാന സംഭവ വികാസങ്ങൾ നടക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ സംഘർഷം തുടരുന്നത് ആഗോള വിപണിയെ ബാധിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് എണ്ണവിലയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. എന്നാൽ അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണവായുധം ഉപയോഗിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സംഭവ വികാസങ്ങൾ ലോകവിപണിയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. എണ്ണവില ഉയർന്നു, സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. ഓഹരി വിപണി അനിശ്ചിതത്വത്തിലാണ്. ഇതെല്ലാം രാജ്യങ്ങളുടെ സാമ്പത്തിക പദ്ധതികളെയും ബാധിക്കുന്നുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകളും ഈ ആഗോള സാഹചര്യങ്ങൾ സ്വാധീനം ചെലുത്തുന്നു. ആയതിനാൽ തന്നെ ഇരു രാജ്യങ്ങളും സൂക്ഷ്മമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇതിനിടെ ഒരു വിഭാഗം ശ്രദ്ധ നേടി. ഇന്ത്യക്ക് കൂടുതൽ കയറ്റുമതി അവസരങ്ങൾ ലഭിക്കും. അമേരിക്കയ്ക്ക് വലിയ വിപണി കൂടുതൽ പ്രവേശനം ലഭിക്കും. ഇത് ഇരു രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തും. എന്നാൽ അതിനു മുമ്പ് പല വെല്ലുവിളികളും മറികടക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കാർഷിക മേഖല പോലുള്ള സങ്കീർണ വിഷയങ്ങളിൽ ഇരുവരും തമ്മിൽ ഒരു മധ്യസ്ഥ നിലപാട് കണ്ടെത്തണം. ജെയിംസൺ ഗീർ പറഞ്ഞതുപോലെ ഇന്ത്യ തന്റെ താൽപര്യങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. എന്നാൽ ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പരിഹാരം കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസവും സഹകരണവും വളരെ പ്രധാനമാണ്. പരസ്പര ഗുണകരമായ ഒരു കരാർ ഉണ്ടാക്കാൻ ശ്രമം തുടരുകയാണ്. ഈ ചർച്ചകൾ ഭാവിയിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ ഇടയുള്ളതാണ്. ആയതിനാൽ തന്നെ ഓരോ തീരുമാനവും സൂക്ഷ്മമായി എടുത്തുകൊണ്ടിരിക്കുകയാണ്. സമയമെടുത്താലും ഇരു രാജ്യങ്ങളും ഗുണകരമായ ഒരു കരാർ ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയോടെ ഈ ചർച്ചകൾ മുന്നോട്ടു പോകുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.